ഇന്നത്തെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറേയേറെ ഫോർമുലാസ് നമ്മൾ പഠിച്ചു. ഇനിയൊരു 4 ഫോർമുലയും കൂടെ നമുക്കതിനകത്ത് പഠിക്കാനുണ്ട്, ഇക്വേഷൻസുമായി ബന്ധപ്പെട്ടുള്ളത്. പ്രോഡക്റ്റ് ഫോർമുലാസ് ആണത്. ഒന്ന്, sin x plus sin y equal to 2 sin x plus y by 2 into cos x minus y by 2. Second one, sin x minus sin y equal to 2 cos x plus y by 2 into sin x minus y by 2. Third one, cos x plus cos y equal to 2 cos x plus y by 2 into cos x minus y by 2. Then fourth one, cos x minus cos y equal to minus 2 sin x plus y by 2 into sin x minus y by 2. ഇതില് ആദ്യത്തെ ഫോർമുല എങ്ങനെയാ പ്രൂവ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ബാക്കി 3 നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ, sin x plus sin y equal to 2 sin x plus y by 2 into cos x minus y by 2. നമുക്കറിയാം sin x plus y എന്ന് പറയുന്നത് sin x cos y plus cos x sin y. sin x minus y എന്നാൽ sin x cos y minus cos x sin y. ഓക്കെ, ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ sin x plus y plus sin x minus y ആഡ് ചെയ്യുമ്പോൾ ഈ പ്ലസ് cos x sin y മൈനസ് cos x sin y ക്യാൻസൽ ആയി പോകും. അപ്പൊ ബാക്കി നമുക്ക് ഏതാ കിട്ടുക? 2 sin x cos y. അതിന് ഇക്വേഷൻ നമ്പർ 1. ഇതില് ഈ x പ്ലസ് വൈക്ക് പകരം തീറ്റ കൊടുക്കുന്നു, x മൈനസ് വൈക്ക് പകരം ഫൈ എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുന്നു. അന്നേരം ഈ രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്താലോ എന്താ കിട്ടുക? 2x, വൈയും മൈനസ് വൈയും ക്യാൻസൽ ആകും. x plus x 2x equal to theta plus 5. ഓക്കെ, രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിലോ അന്നേരം ഇതിൽ നമുക്ക് x theta plus 5 by 2 എന്ന് കിട്ടും. സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ 2y equal to theta minus 5. അന്നേരം x കട്ടായി പോകും. y minus of minus y, y plus y എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2y equal to theta minus 5. അതിന് y എന്താ കിട്ടുക? theta minus 5 by 2. അപ്പൊ തിരിച്ച് നമ്മൾ ഇതിനെ ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ അങ്ങനെ മാറും. x പ്ലസ് വൈക്ക് തീറ്റ സൈൻ തീറ്റ പ്ലസ് സൈൻ 5 ഈക്വൽ ടു 2 സൈൻ തീറ്റ പ്ലസ് 5 by 2 ഇൻറ്റു സൈൻ തീറ്റ മൈനസ് 5 by 2. അപ്പോ ഇത് നമ്മള് ഏത് വേരിയബിളിനായാലും ഈ ഇക്വേഷൻ കറക്റ്റ് ആയിട്ടാ വരിക. അപ്പൊ നമ്മളതിന് തീറ്റ ആയ x എന്നും ഫൈ നമ്മള് y ആണെന്നും കൊടുക്കുന്നു. അന്നേരം നമുക്ക് എന്ത് കിട്ടും? sin x plus sin y equal to 2 sin x plus y by 2 into cos x minus y by 2. ഓക്കെ, അങ്ങനെ ഇത് പ്രൂവ് ചെയ്യുന്ന മനസ്സിലായല്ലോ. അപ്പൊ ബാക്കി 3 നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ നമുക്ക് പ്രോബ്ലംസിനകത്തൊന്ന് പോകാം. ഷോ ദാറ്റ് tan 3x into tan 2x into tan x equal to tan 3x minus tan 2x minus tan x. 3x എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് മാറ്റാം? 2x plus x എന്ന് എഴുതാം. അന്നേരം tan 3x എന്ന് പറയുന്നത് എന്താവും? tan 2x plus x. tan x plus y യുടെ ഫോർമുല നമുക്കറിയാം. tan x plus tan y by 1 minus tan x tan y. അപ്പൊ എക്സിന് പകരം 2x-ഉം വൈക്ക് പകരം x-ഉം കൊടുക്കുന്നു. അന്നേരം tan 3x equal to tan 2x plus tan x by 1 minus tan 2x into tan x. ഇനി ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അന്നേരം ഏതാ വരിക? tan 3x into 1 minus ഈ ഡിനോമിനേറ്റർ അപ്പുറം മുമ്പ് ഇൻറ്റു ആകും. 1 minus tan 2x into tan x equal to tan 2x plus tan x. ഈ tan 3x-നെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അന്നേരം tan 3x into 1 tan 3x, എവിടെയോ tan 3x into tan 2x into tan x equal to tan 2x plus tan x. ഓക്കെ, ഇനി നോക്കാം. ഈ മൈനസ് ടേമിനെ റൈറ്റ് സൈഡ് കൊണ്ടുവരുന്നു.
കാരണം നമുക്ക് ഇവിടെ tan 3x tan 2x tan x എന്ന് പോസിറ്റീവാ. അപ്പൊ ഇത് റൈറ്റ് സൈഡ് കൊണ്ടുവരുന്നു, tan 2x ഉം tan x ഉം ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകുന്നു. അന്നേരം ഏതാ കിട്ടുക? tan 3x മൈനസ് ഈ tan 2x അപ്പുറം പോകുമ്പോൾ മൈനസ് tan 2x, tan x അപ്പുറം പോകുമ്പോൾ മൈനസ് tan x ഈക്വൽ ടു tan 3x ഇൻറ്റു tan 2x ഇൻറ്റു tan x. ഓക്കെ, അപ്പുറം ഇപ്പുറം മാറ്റിയാലോ? x ഈക്വൽ ടു y എന്ന് പറയുമ്പോൾ y ഈക്വൽ ടു x എന്ന് എഴുതാം. എന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം? tan 3x ഇൻറ്റു tan 2x ഇൻറ്റു tan x ഈക്വൽ ടു tan 3x മൈനസ് tan 2x മൈനസ് tan. ഓക്കെ, അതെ അല്ലെ നമുക്ക് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളേ. അപ്പൊ എങ്ങനെയാ പ്രൂവ് ചെയ്യുന്നത് മനസ്സിലായല്ലോ? ആദ്യം 3x മാറ്റി 2x പ്ലസ് x എന്ന് കൊടുത്തു. tan 3x tan 2x പ്ലസ് x ആവും. then tan x പ്ലസ് വൈയുടെ ഫോമിൽ അപ്ലൈ ചെയ്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഈ ഫോമിൽ കൊണ്ട് എത്തിച്ചു. ഓക്കെ, the next one, prove that cos pi by 4 plus x equal to cos pi by 4 plus x plus cos pi by 4 minus x equal to root 2 cos x. അപ്പൊ ഇവിടെ cos x plus cos y ഫോമിലാ വരുന്നത് ഉണ്ടോ? ഇപ്പൊ LHS നമ്മൾ ആദ്യം എടുക്കുന്നു. ഇത് നമുക്ക് cos x plus cos y. അപ്പൊ cos x plus cos y യുടെ ഫോമുല നമുക്കറിയാം 2 cos x plus y by 2 into cos x minus y by 2. അതില് എക്സിന് പകരം pi by 4 plus x ഉം വൈക്ക് പകരം pi by 4 minus x ഉം അല്ലെ? അപ്പൊ cos x plus cos y എന്താ കിട്ടാൻ നോക്കിയേ? 2 cos x plus y by 2, that is pi by 4 plus x plus pi by 4 minus x by 2. ഓക്കെ, ഈ ഫോമുലയിൽ എക്സിന് വരെ ഏത് കൊടുത്തു? pi by 4 plus x ഉം കൊടുത്തു, വൈക്ക് പകരം pi by 4 minus x ഉം നമ്മൾ കൊടുത്തു. into cos pi by 4 plus x minus of pi by 4 minus x by 2, that is equal to 2 cos, ഇവിടെ plus x minus x cancel ആവും, pi by 4 plus pi by 4 by 2. ഇവിടെയോ ഈ മൈനസ് ഇങ്ങനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ pi by 4 plus x minus pi by 4 minus into minus x അന്നേരം ഏതായിട്ടാ? plus x by 2. ഇനി ഓക്കെ, ഈ pi by 4 plus pi by 4 by 2-ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ pi by 4 plus pi by 4 എത്രയാ? pi by 2 by ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ. ഓക്കെ, അന്നേരം pi by 2 into 1 by 2 ഇപ്പൊ ഏതാ കിട്ടുക? pi by 4. അപ്പൊ ഇവിടെ എങ്ങനെയായി മാറും നോക്കി? 2 cos pi by 4. ഈ pi by 4 plus pi by 4 by 2 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഏത് കിട്ടും? pi by 4. ഇവിടെയോ പ്ലസ് pi by 4 മൈനസ് pi by 4 ക്യാൻസൽ ആയി പോവും. x plus x 2x, 2x by 2 x. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 into cos pi by 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 by root 2 into cos. ഇനി x എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ആണ്. അപ്പൊ നമുക്ക് ഈ 2-ന് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എഴുതാം ഇൻറ്റു 1 by root 2 ഇൻറ്റു cos x. അപ്പൊ ഒരു റൂട്ട് 2 ക്യാൻസൽ ആയിപ്പോവും. അന്നേരം നമുക്ക് ഏത് കിട്ടും? root 2 cos x. ഓക്കെ, the next one, prove that cos 7x plus cos 5x by sin 7x minus sin 5x equal to cot x. അപ്പൊ ന്യൂമറേറ്റർ cos x plus cos y ഫോമും ഡിനോമിനേറ്റർ sin x minus sin y ഫോം. എന്നത്തെ സാധ്യത നമ്മൾ എടുക്കുന്നു. cos x plus cos y യുടെ ഫോമുല 2 cos x plus y by 2 into cos x minus y by 2. then sin x minus sin y എന്ന് പറഞ്ഞാലോ 2 cos x plus y by 2 into sin x minus y by 2. ഓക്കെ, അപ്പൊ ആ ഫോമിൽ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ന്യൂമറേറ്റർ cos x plus cos y ഫോം. അപ്പൊ ഏതായിട്ടാ? 2 cos x plus y by 2. അപ്പൊ 2 cos 7x plus 5x by 2 into cos x minus y by 2. അപ്പൊ 7x minus 5x by 2 by sin x minus sin y എന്ന് പറഞ്ഞാൽ 2 cos x plus y by 2 into sin x minus y by 2. That is 2 cos 7x plus 5x by 2 into sin 7x minus 5x by 2. Okay, that is equal to 7 plus 5 12.
2 cos 12x by 2 into 7x minus 5x 2x cos 2x by 2 by ഇവിടെ 2 cos 12x by 2 into sin 2x by 2. That is equal to 2 cancel ആവും. 12 by 2 6 വരും. 2 ഇവിടെ cancel ആവും. 12 by 2 6 2 cancel. That is cos 6x into cos x by cos 6x into sin x. അപ്പോൾ ഇവിടെ cos 6x വീണ്ടും cancel ആയി പോവും. അപ്പോൾ ബാക്കി നമുക്ക് ഏതാ കിട്ടുക? cos x by sin x. That is equal to cot x. ആയില്ല. Okay. Then prove that sin 5x minus 2 sin 3x plus sin x by cos 5x minus cos x equal to tan x. Okay. എല്ലാ നമ്മൾ ആദ്യം എടുക്കുന്നു. sin 5x minus 2 sin 3x plus sin x by cos 5x minus cos x. ഇവിടെ ഈ sin 5x ഉം sin x നമ്മൾ അടുത്തടുത്ത് എഴുതുന്നു. കാരണം sin x plus sin y യുടെ ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ sin 5x plus sin x minus 2 sin 3x by cos 5x minus cos x. ഇനി നമുക്കറിയാം sin x plus sin y എന്ന് പറഞ്ഞാൽ 2 sin x plus y by 2 into cos x minus y by 2. Cos x minus cos y equal to minus 2 sin x plus y by 2 into sin x minus y by 2. അപ്പോൾ ഈ രണ്ട് ഫോർമുല വെച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്യും. ഓക്കെ. അപ്പോൾ sin 5x minus sin x ന് ആദ്യ ഫോർമുല അപ്ലൈ ചെയ്തു. അപ്പോൾ 2 sin 5x plus x by 2 into cos 5x minus x by 2 minus 2 sin 3x by cos 5x minus cos x in the formula. That is minus 2 sin 5x plus x by 2 into sin 5x minus x by 2. That is equal to 2 sin 5x plus x is 6x, 6x by 2, 3x into cos 5x minus x 4x, 4x by 2, 2x minus 2 sin 3x by minus 2 sin 5x plus x 6x by 2 3x 5x minus x 4x by 2 2x. Okay. That is equal to ഇവിടെ 2 sin 3x ന്യൂമറേറ്ററിന്റെ കോമൺ ഉണ്ട്. രണ്ട് ടേമിൽ ഏതുണ്ട്? 2 sin 3x ഉണ്ട്. അത് പുറത്തെടുക്കുന്നു. അന്നേരം ഏതാ കിട്ടുക? 2 sin 3x into cos 2. അപ്പൊ ഇവിടെ ബാക്കി cos 2x മൈനസ് ഇവിടെ ബാക്കി എത്രയാ? 1 by minus 2 sin 3x into sin 2x. അപ്പോൾ 2 sin 3x ക്യാൻസൽ ആവും. ഓക്കെ. അപ്പോൾ ബാക്കി നമുക്ക് എന്താ കിട്ടുക? cos 2x minus 1 by minus sin 2x. ഓക്കെ. cos 2x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 minus 2 sin square x. അപ്പോൾ 2 sin square x എന്ന് പറയുന്നത് എത്ര കിട്ടുക? 1 minus cos 2. ഈ sin square 2 sin square ഇപ്പറേ വരും, cos 2x അപ്പറേ കൊണ്ടുപോകുന്നു. That is equal to 2 sin square x equal to 1 minus cos 2x. അതുപോലെ sin 2x equal to 2 sin x cos x. ഓക്കെ. നമുക്കിവിടെ cos 2x minus 1 ആവുള്ള. അപ്പൊ ന്യൂമറേറ്ററിൽ നിന്ന് ഒരു മൈനസ് നമ്മൾ എന്ത് ചെയ്യുന്നു? കോമൺ എടുക്കുന്നു. അന്നേരം നമുക്ക് എന്ത് കിട്ടും? 1 minus cos 2x. ഈ ഡിനോമിനേറ്ററിൽ മൈനസ് ഉണ്ട്, ആ മൈനസും കൂടാതെ ക്യാൻസൽ ആയിപ്പോകും. ഓക്കെ. അപ്പൊ 1 minus cos 2x by sin 2x. That is equal to 1 minus cos 2x എന്ന് പറഞ്ഞാൽ 2 sin square x. sin 2x ന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ 2 sin x cos x. ഓക്കെ. ഒരു sin x ക്യാൻസൽ ആവും, 2 ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് ഏതാ കിട്ടുക? sin x by cos x. That is equal to tan x. ഓക്കെ. മനസ്സിലായില്ലേ എങ്ങനെ ചെയ്തതെന്ന്? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഫോർമുല അപ്ലൈ, sin x plus sin y ഫോർമുല അപ്ലൈ ചെയ്യേണ്ടുന്ന വിധത്തിൽ ഈ രണ്ട് ടേമും അടുത്തടുത്ത് എഴുതി. എന്നിട്ട് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. then ഇവിടെ 2 sin 3x കോമൺ എടുക്കുന്നു, അത് ക്യാൻസൽ ആയി പോകുന്നു. അപ്പൊ cos 2x minus 1 വരും. നമുക്ക് അറിയാവുന്ന ഫോർമുല cos 2x വെച്ചുള്ള ഫോർമുല cos 2x equal to 1 minus 2 sin square x ആണ്. അപ്പൊ 2 sin square x equal to 1 minus cos 2x. ഓക്കെ. അതനുസരിച്ച് ഈ മൈനസ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു മൈനസ് പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്യുകയോ ചെയ്യാം. അപ്പൊ 1 minus cos 2x by sin 2x കിട്ടും. That is equal to 1 minus cos 2x 2 sin square x by 2 sin x cos x.
സൈൻ ടു എക്സിന്റെ ഫോർമുലയാണ് ഏതാ 2 sin x cos x. അപ്പൊ ഈ സൈൻ സ്ക്വയറിന്റെ ഒരു സൈനും ഈ സൈനും കൂടെ ക്യാൻസൽ ആവും, 2ഉം 2ഉം ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് ഏതാ കിട്ടാം sin x by cos x that is equal to tan x. Okay. Then prove that sin square 6x minus sin square 4x equal to sin 2x into sin 10x. Okay. അപ്പോൾ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ ഫോർമുല അറിയാം. എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോ സൈൻ 6x പ്ലസ് സൈൻ 4x ഇൻറ്റു സൈൻ 6x മൈനസ് സൈൻ 4x. ഓക്കെ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇനി സൈൻ എക്സ് പ്ലസ് സൈൻ വൈയുടെ ഫോർമുല ഏതാ 2 sin x plus y by 2 into cos x minus y by 2. sin x minus sin y ആണെങ്കിലോ 2 cos x plus y by 2 into sin x minus y by 2. അപ്പൊ ഇതിനകത്ത് ഫോർമുല അപ്ലൈ ചെയ്യുന്നു. sin 6x plus sin 4x അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 2 sin ആദ്യത്തെ ഫോർമുല 2 sin 6x plus 4x by 2 into cos 6x minus 4x by 2 into ഇവിടെ sin x minus sin y യുടെ ഫോർമുല 2 cos 6x plus 4x by 2 into sin 6x minus 4x by 2. ഇവിടെയോ 6 plus 4 10, 10 by 2 5, 5x 6 minus 4 2 വരും, 2 by 2 1 അന്നേരം cos x. ഇവിടെ അതുപോലെ തന്നെ 2 cos 5x into sin x. അപ്പൊ ഇവിടെ ഒരു സൈൻ ഇവിടെ 2 sin 5x ഉണ്ട്. അപ്പൊ ഈ cos 5x കൂടെ ഞാൻ അടുത്തോട്ട് മാറ്റാം, കാരണം ഇത് എല്ലാം പ്രോഡക്റ്റാ, മൾട്ടിപ്ലിക്കേഷനാ വരിക. അപ്പൊ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് അവിടെ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പൊ ഏത് ഓർഡറിൽ മൾട്ടിപ്ലൈ ചെയ്താലും വാല്യൂവിന് വ്യത്യാസം വരത്തില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഈ cos 5x ഞാൻ അടുത്തോട്ട് കൊണ്ടുവരുന്നു. അതുപോലെ ഈ sin xും cos xും ഒരുമിച്ചാക്കും. അപ്പൊ ഏതാ കിട്ടുക 2 sin x cos x into 2 sin 5x into cos 5x. നമ്മൾ ഒന്നും മാറ്റിയിട്ടില്ല, ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയേ ഉള്ളൂ. ഓക്കെ, അതിന് കാരണം എന്ന് പറയുന്നത് നമുക്ക് sin 2xന്റെ ഫോർമുല അറിയാം 2 sin x cos x. ഓക്കെ, അപ്പൊ ഈ 2 sin x cos xന് പകരം നമുക്ക് എന്ത് എഴുതാം sin 2x എഴുതാം. അതുപോലെ 2 sin 5x into cos 5xന് xന് പകരം ഇവിടെ 5x ആ. അപ്പൊ 2xന് പകരം നമുക്ക് എത്ര കിട്ടും 10x കിട്ടും. ഓക്കെ, sin 2x into sin 10x. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം ഏതാ അപ്ലൈ ചെയ്ത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഏതാ ഫോർമുല എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അടുത്ത് എന്ത് ചെയ്തു sin x പ്ലസ് sin വൈയുടെ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്തു. രണ്ടാമത്തെ ബ്രാക്കറ്റില് sin x മൈനസ് sin വൈയുടെ ഫോർമുല അപ്ലൈ ചെയ്തു. എന്നിട്ടോ sin 2xന്റെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഇതിനെ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടി sin 2x into sin 5x. ഓക്കെ, the next prove that sin 2x plus 2 sin 4x plus sin 6x equal to 4 cos square x into sin 4x. നമ്മൾ എടുക്കുന്നു sin 2x into 2 sin 4x plus sin 6x. അപ്പൊ ഇവിടെ നമുക്ക് sin x plus sin y ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഈ രണ്ട് ടേമും അടുത്തടുത്ത് എഴുതുന്നു, sin 2x ഉം sin 6x. അപ്പൊ എന്താ കിട്ടുക sin 6x plus sin 2x plus 2 sin 4x. ഓക്കെ, ഇനി sin x plus sin y യുടെ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. എന്താ sin x plus sin y 2 sin x plus y by 2 into cos x minus y by 2. അപ്ലൈ ചെയ്തു. അന്നേരം 2 sin 6x plus 2x by 2 into cos 6x minus 2x by 2 plus 2 sin 4x. ഓക്കെ, ഇവിടെ 6 plus 2 എത്ര വരും 8, 8 by 2 4. അതുപോലെ 6 minus 2 4, 4 by 2 3. അന്നേരം 2 sin 4x into cos 2x plus 2 sin 4x. അപ്പൊ 2 sin 4x ഇവിടെ കോമൺ ആണ്. അപ്പൊ 2 sin 4x into cos 2x plus 1. ഇനി നമുക്കറിയാം cos 2x എന്ന് പറഞ്ഞാൽ 2 cos square x minus 1. ഓക്കെ, അപ്പോൾ സൈൻ സ്ക്വയറിന്റെ ഫോർമുല തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു.
ഇനി cos square വെച്ചിട്ടുള്ള ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ cos 2x equal to 2 cos square x minus 1. That is 2 sin 4x cos 2x പകരം 2 cos square x minus 1 ഇവിടെയുള്ളതായ പ്ലസ് 1. ഈ ബ്രാക്കറ്റ് മാറ്റുന്നു. അപ്പോൾ 2 sin 4x into 2 cos square x minus 1 plus 1. അപ്പോൾ -1 plus 1 ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് എന്താ കിട്ടുക? 2 sin 4x into 2 cos square x. അപ്പോൾ 2 into 2 4 into cos square x into sin 4x. RHS കിട്ടിയില്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെയാ പ്രൂവ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഓക്കെ. അപ്പൊ ഇനി ഇതുപോലുള്ള പ്രോബ്ലംസ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ആദ്യം ഫോർമുലാസ് അത്രയും ഒന്ന് കാണാതെ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.